ഇന്ന് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 ദിവസം കഴിഞ്ഞല്ലേ? എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ പ്രാവശ്യം വിചാരിക്കും ഒരു 5 ഡേയ്സൊക്കെ വീട്ടിൽ നിൽക്കണമെന്ന്. പക്ഷേ എനിക്കതിന് ഒരിക്കലും സാധിച്ചിരുന്നില്ല കേട്ടോ. ഇത്തവണത്തെ വെക്കേഷന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 ദിവസമെങ്കിലും വീട്ടിൽ നിൽക്കാമെന്ന്. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ദിവസം തന്നെ ഞങ്ങൾ ഈവനിങ് ടൈം ബസ് പിടിച്ച് വീട്ടിൽ വന്നു. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഒത്തിരി ചെടികളുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊക്കെ ഉണ്ടായിരുന്നു. കുറേ വീടിൻ്റെ പണികളൊക്കെ നടത്തുന്ന സമയത്ത് പറിച്ചു കളഞ്ഞതാണ്. അതുകൊണ്ട് കുറേയൊന്നും ഇല്ല. ഇപ്പോൾ ഉള്ളത് ഗ്ലോവയ്ക്കാണ്. അത് ഡിസംബർ ടൈമിൽ ഇലയൊക്കെ പൊഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കായ് അതിൻ്റെ അകത്തു നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ മാത്രം കാണുന്നൊരു പ്രത്യേകതയാണ് എല്ലാ പ്രാവശ്യവും കുരുവികൾ വന്ന് കൂട് വെക്കുന്നത്. ഒരു മൂന്നാമത്തെ ടൈമാണ് ഈ ഒരു കുരുവി വന്ന് ഇവിടെ കൂട് വെച്ചിട്ട് പോകുന്നത്. കഴിഞ്ഞ 2 തവണയും കുരുവിൻ്റെ മുട്ട വിരിയാനായിട്ട് പ്രയാസപ്പെട്ടെന്ന് ഉമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കതിന് തോന്നുന്നു കാക്കയാണ് അതിൻ്റെ പ്രശ്നക്കാരൻ. കാക്ക ഇവിടെ അടുത്ത് തന്നെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. കാക്കേനെ ഒട്ടിക്കാൻ ഞാൻ ജെല്ല് വഴി കൈയിട്ട് കുറേ അഭ്യാസം കാണിച്ചു. പക്ഷേ കാക്കയ്ക്ക് അത്ര വലിയ പേടിയൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് മേളിലത്തെ വ്യൂ ആണ്. മുകളിൽ നിന്നാൽ എല്ലാ വീടുകളിലും ഇങ്ങനെ ഒരേ നിരപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വാട്ടർ ടാങ്ക് കണ്ടപ്പോൾ പണ്ട് ഇതിൻ്റെ അകത്ത് കയറിയിരുന്ന കഴിയ വൃത്തിയാക്കിയ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മി വിളിക്കുന്നത്. കാപ്പി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാപ്പിയും കുടിച്ച് കുറച്ച് നേരം പുറത്തൊക്കെ ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞപ്പോൾ വാപ്പി വന്ന് കുറച്ച് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനും ബാക്കി വാപ്പിക്ക് ഷോപ്പിൽ കൊടുക്കാനുമാണ്. അപ്പം ഞാൻ അതിൽ നിന്നൊരു 4-5 ചക്ക എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉമ്മി ഓരോ മക്കൾക്കായിട്ട് ഡ്രസ്സുകൾ കൊടുക്കുകയാണ്. ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. എല്ലാ മക്കൾക്കും എല്ലാം ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തരായിട്ട് ബ്രഷ് ചെയ്ത് വന്ന് കാപ്പി കുടിച്ചിട്ട് പോയി ഫ്രഷ് ആവാൻ വേണ്ടി പറഞ്ഞ് കൊടുക്കുകയാണ്. എനിക്കുള്ള ഡ്രസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ മൂത്താളും രണ്ടാമത്താളും എൻ്റെ മകളും എല്ലാവരും ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കുളിച്ച് വൃത്തിയായി ഫ്രഷായി കാപ്പിയും കുടിച്ച് നേരെ വാപ്പിയുമായിട്ട് പുറം ലോകം കാണാൻ വേണ്ടി പോവുകയാണ്. ഇത് ഇവരുടെ വരുമ്പോൾ സ്ഥിരം പരിപാടിയാണ്. വാപ്പീനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ വാപ്പി എന്ത് സാധനം വാങ്ങിക്കാൻ പോയാലും കൂടെ പോകും. അപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ വകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഭട്ടൂരയും ചനാ ബട്ടർ മസാലയാണ് ഇന്ന് എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഉമ്മി ഇങ്ങനെ ഭട്ടൂരയൊന്നും ഉണ്ടാക്കാറില്ല. ഞാൻ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാറ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഭട്ടൂര. വാപ്പിക്കും ഉമ്മയ്ക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചനാ ബട്ടർ മസാല. അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ബിരിയാണിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാപ്പിതെ കുറച്ച് സ്വീറ്റ്സുമായിട്ട് വന്നത്. അതിൽ ക്രീം ബൺ എടുത്തുകൊണ്ട് ഇവന്മാരെല്ലാം കൂടെ വാപ്പീനെ കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് കഴിപ്പിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. നമ്മുടെ ഗ്രാൻഡ് പേരൻസിനോട് നമ്മൾ ഒത്തിരി അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമായി അങ്ങനെ കാണിക്കൽ പഴയ കാര്യങ്ങളിൽ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ തലമുറയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഗ്രാൻഡ് പേരൻസിലാണെങ്കിലും അവർ എൻജോയ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതെല്ലാം അങ്ങനെ ഇട്ട് കഴിച്ചു കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് മത്തടിച്ചു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. രണ്ടാമത്തെ ആളാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ അവളുണ്ടാക്കിയ ബിരിയാണി, അവളൊരു ബിരിയാണി സ്പെഷ്യലിസ്റ്റാണ്. അവളുടെ ടേസ്റ്റുള്ള ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഷട്ടിൽ ബാറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് എസ്തറ്റിക് ലുക്ക് കിട്ടട്ടെ എന്ന് കരുതി ഞാൻ ക്യാമറയായിട്ട് സണ്ണിനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അങ്ങനെ വലിയ ലുക്കൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോഴേക്കും നമ്മുടെ ഉമ്മീൻ്റെ വക നല്ല കിടിലനൊരു പായസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് പരിപ്പിൻ്റെ പായസം കുടിക്കുന്നത്. വീട്ടിൽ ഇക്കാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സേമിയ പായസം ആയതുകൊണ്ട് അതാണ് ഞാൻ വെക്കാറ്. നല്ല ടേസ്റ്റായിരുന്നു ഇതിന്. അങ്ങനെ ഞങ്ങളുടെ റീൽ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം നോക്കുമ്പോഴാണ് വേറെ രണ്ട് കുരുവികളും കൂടെ വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന മണി പ്ലാന്റിൻ്റെ മേളിൽ ആ ഒരു ഇതിൽ കയറി അവന്മാർ കിടന്ന് ഉറങ്ങുന്നത് കണ്ടത്. ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാരങ്ങ് ഓടിക്കളയും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ഈ വീടിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നും. അടുത്തൊക്കെ ഇഷ്ടംപോലെ പ്ലാന്റുകളും ഇഷ്ടംപോലെ ചെടികളും ഉള്ള വീടുകളുണ്ട്. പക്ഷെ അവിടെയൊന്നും ഇതുപോലെ കുരുവികളെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എല്ലാവർക്കും കൂടെ ഒരു കേക്ക് കട്ടിങ്ങും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. മൂത്ത ആൾ വന്നപ്പോഴേക്കും കേക്കുമായിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു കേക്കൊക്കെ വാങ്ങി അതങ്ങ് കട്ട് ചെയ്തു. ഇതൊരു ടെൻഡർ കോക്കനട്ട് ഫ്ലേവറുള്ള കേക്കായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു ഇതിന്. അങ്ങനെ വാപ്പിയും ഉമ്മയും കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവർക്കും കൊടുത്തു. കുഞ്ഞുമക്കളും എല്ലാവരും ഒക്കെ ആയിട്ട് നല്ലൊരു ദിവസം അൽഹംദുലില്ലാ. കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമായിരുന്നു പിന്നീടുണ്ടായിരുന്നത്.
ഈ വീഡിയോ കാണുന്ന ഒന്നുമല്ല ഇവന്മാർ എല്ലാ കുട്ടികളെയും പോലെ നല്ല ഒന്നാന്തര അടിയും ബഹളം ഉണ്ടാക്കും. ഇപ്പം ലാസ്റ്റ് നിൽക്കുന്നവൻ ഒരടിയും കരച്ചിലും കഴിഞ്ഞിട്ട് ഇപ്പം വന്ന് നിന്നതേ ഉള്ളൂ. അങ്ങനെ നീണ്ട 5 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെ തിരിച്ച് കോട്ടയത്തേക്ക് പോവാണ്. ഈ ഒരു ടൈമിലൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മൊമെൻ്റായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ കുറച്ചധികം നേരം എൻജോയ് ചെയ്തു. ആ എൻജോയ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് അൽഹംദുലില്ലാ. അങ്ങനെ വഴിയിൽ ഞങ്ങളൊരു കാപ്പി കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ഭയങ്കര ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ കോട്ടയത്തേക്ക് വരുമ്പോൾ നമ്മളൊരു സമയം ആകുമല്ലോ. ഒരു കാപ്പിയും കൂടെ ഒരു കട്ടനും കൂടെ കുടിച്ച് നേരെ ഞങ്ങൾ വീട്ടിൽ പോയി. പാച്ചു ആണെങ്കിൽ പുറകെ കിടന്ന് നല്ല ഉറക്കമാണ്. ഞാൻ ആളെ വിളിച്ചേ ഇല്ല, ആൾ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർക്കാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.